അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് താരീഖ്, അഖ്ലാഖ് എന്നീ വിഷയങ്ങളിൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് 3 ഓപ്ഷൻസ് ആയിട്ടാണ് അവർ നൽകിയിട്ടുള്ളത്. അപ്പൊ ഏതാണോ ശരിയായിട്ടുള്ള ഓപ്ഷൻ അതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്താനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ താമസിച്ച വീട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ, മൈമൂന റളിയല്ലാഹു അൻഹയുടെ. അപ്പൊ ഏതാണ് ശരി? ആയിഷ റളിയല്ലാഹു അൻഹയുടെ എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം. നമ്മുടെ മദ്ഹബിന്റെ പേര് ഷാഫിഈ, മാലിക്കി, ഹംബലി. അപ്പൊ ഷാഫിഈ എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം. ബദർ യുദ്ധം നടന്ന മാസം റമളാനിൽ, ഷവ്വാലിൽ, റജബിൽ. ഏതാണ്? റമളാനിൽ എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തെ ചോദ്യം. വലിയ പാപങ്ങളിൽ പെട്ടത് വഞ്ചന, വ്യഭിചാരം, ചാരപ്പണി. ഏതാണ്? വ്യഭിചാരം എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തെ ചോദ്യം. സൽ സ്വഭാവത്തിൽ പെട്ടതാണ് നോമ്പ്, സകാത്ത്, സത്യസന്ധത. അപ്പൊ സത്യസന്ധത എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി ആറാമത്തെ ചോദ്യം. അള്ളാഹു ഇതുകൊണ്ട് പരീക്ഷിക്കും വിശപ്പ്, ദേഷ്യം, സഹനം. അപ്പൊ വിശപ്പ് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ ഭാഗം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനും 3 വീതം മാർക്കുണ്ട്. അപ്പൊ ശ്രദ്ധയോടെ ശരിയായ ആൻസർ എഴുതുക. ഒന്നാമത്തെ ചോദ്യം. മുഅ്തദ് യുദ്ധത്തിൽ നോമ്പുകാരനായി ഷഹീദായ സ്വഹാബി അതാരായിരുന്നു? ജഅഫർ റളിയല്ലാഹു അൻഹു. അപ്പൊ അവിടെ ജഅഫർ റളിയല്ലാഹു അൻഹു എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം. ഉഹദ് യുദ്ധം നടന്നത് ഏതു മാസത്തിൽ? ഉത്തരം ഷവ്വാൽ മാസത്തിൽ. മൂന്നാമത്തെ ചോദ്യം. വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചൊല്ലണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാലാമത്തത്. ശുക്ർ എന്നാൽ എന്ത്? ഉത്തരം ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക. അപ്പൊ അതിനാണ് എന്ത് പറയാ? ശുക്ർ എന്ന് പറയുക. അഞ്ചാമത്തത്. ദേശസ്നേഹം ആരുടെ സ്വഭാവത്തിൽ പെട്ടതാണ്? സത്യവിശ്വാസിയുടെ. ഇനി ആറാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുക്കാത്ത യുദ്ധങ്ങൾ സിറിയ. മൂന്നാമത്തെ ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ പൂരിപ്പിച്ചിട്ട് എഴുതുക. ഒന്നാമത്തത്. ഇന്നല്ലാഹ യഖ്ബലു ഡാഷ് മാലം യുഗർഗിർ. അപ്പൊ അവിടെ തൗബത്തൽ അബ്ദി എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ അത് പൂരിപ്പിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഗർഗിർ എന്ന് വരും. രണ്ടാമത്തത്. അൻ തഅബുദ റബ്ബക കഅന്നക ഡാഷ് ഫഇൻ ലം തകുൻ ഡാഷ് ഫഇന്നഹു യറാക. അപ്പൊ അത് പൂരിപ്പിച്ചെഴുതുമ്പോൾ അൻ തഅബുദ റബ്ബക കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്ന് വരും. ഇനി മൂന്നാമത്തെ ചോദ്യം. ബദറിൽ സംബന്ധിച്ച ഡാഷ് ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പൂരിപ്പിച്ചെഴുതുമ്പോൾ ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്ന് വരും. ഇനി നാലാമത്തെ ചോദ്യമാണ്. ഹുദൈബിയ കരാർ മൂലം ഡാഷ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ പൂരിപ്പിച്ചെഴുതുമ്പോൾ ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വരും. ഇനി നാലാമത്തെ ഭാഗം യോജിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ശരിയായത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം. മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത്. ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇൽമ് പഠിക്കുക, നാവ്, സിന, 70 പേർ, യഹൂദികൾ. അപ്പൊ മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് നാവാണ്. അപ്പൊ അവിടെ
ബ്രാക്കറ്റിൽ നിന്നും നാവ് എന്നുള്ളത് എടുത്തെഴുതി കൊടുക്കുക. രണ്ടാമത്തത് ഖൽബിന്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് ഇൽമ് പഠിക്കുക. മൂന്നാമത്തത് സത്യവിശ്വാസിയുടെ ഈമാനിന് കോട്ടം തട്ടുന്ന വൻ കുറ്റം സിന. നാലാമത്തത് ഖൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നവർ യഹൂദികൾ. അപ്പൊ യഹൂദികൾ എന്നുള്ളതാണ് ശരി. അപ്പൊ ബ്രാക്കറ്റിൽ നിന്നും അതെടുത്ത് എഴുതുക. അഞ്ചാമത്തത് ബദർ യുദ്ധത്തിൽ ശത്രു പക്ഷത്ത് നിന്ന് കൊല്ലപ്പെട്ടവർ 70 പേർ. അപ്പൊ അവിടെ 70 പേർ എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി അഞ്ചാമത്തെ ഭാഗം ഹിജ്റ വർഷം എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒന്നാമത്തത് ബദർ യുദ്ധം നടന്നത് ഹിജ്റ 2-ാം വർഷം. രണ്ടാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് ഹിജ്റ 11-ാം വർഷം. മൂന്നാമത്തെ ചോദ്യം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായത് ഹിജ്റ 179. നാലാമത്തെ ചോദ്യം മക്ക വിജയം നടന്നത് ഹിജ്റ 8-ാം വർഷം. ഇനി ആറാമത്തെ ഭാഗമാണ് സാരം എഴുതുക. 3ഓളം ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തത് ഖദ് അഫ്ലഹ മൻ സക്കാഹ. അപ്പൊ അതിന്റെ അർത്ഥം എങ്ങനെ വരും? നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു എന്നാണ്. രണ്ടാമത്തെ ചോദ്യം അഫല അകൂന അബ്ദൻ ശകൂറ. അർത്ഥം ഞാനൊരു നന്ദിയുള്ള അടിമ ആവേണ്ടതില്ലയോ? മൂന്നാമത്തെ ചോദ്യം ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസനി. മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക. അതാണ് മൂന്നാമത്തതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി ഏഴാമത്തെ ഭാഗമാണ് ഏറ്റവും അവസാനത്തെ ഭാഗം. ഒന്നാമത്തെ ചോദ്യം വ്യക്തമാക്കുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് നബി തങ്ങളുമായി കരാർ ഉണ്ടാക്കിയ മദീനയിലെ ജൂത ഗോത്രങ്ങൾ ആരെല്ലാമായിരുന്നു? ബനു ഖുറൈള, ബനു ഖൈനുഖാ, ബനു നവീർ. രണ്ടാമത്തെ ചോദ്യം മുഅ്തദ് യുദ്ധത്തിന്റെ കാരണമെന്ത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുമായി ചെന്ന ദൂതനെ റോമക്കാർ വധിച്ചു. അപ്പൊ അതായിരുന്നു കാരണം. ഇനി മൂന്നാമത്തത് മക്ക വിജയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ അടുത്ത് വന്ന് പറഞ്ഞത് എന്തായിരുന്നു? സത്യം വന്നു, അസത്യം നശിച്ചു. നിശ്ചയം അസത്യം നശിക്കുന്നതാണ്. നാലാമത്തത് തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? ഉത്തരം ദുഷിച്ച വിശ്വാസം, വികാരം, വിചാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കൽ. ഇനി അഞ്ചാമത്തെ ചോദ്യം ലജ്ജ എന്നാൽ എന്ത്? ഉത്തരം വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ. അപ്പൊ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.